ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. +2 ഡിഗ്രി ഒക്കെ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് എന്നും ഉണ്ടാകുന്ന ഒരു സംശയമാണ് CA ആണോ ACC ആണോ എടുക്കേണ്ടതെന്നുള്ളത്. ഏതാണ് ബെസ്റ്റ് കോഴ്സ്? ഇനി ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് അറിഞ്ഞാൽ പോരാ, എനിക്ക് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള കോഴ്സ്, ഞാൻ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് ഒരുപാട് പേരുടെ കൺഫ്യൂഷൻസ് ആണ് അല്ലെ. പലപ്പോഴും പലരും കോഴ്സ് ഒരുപാട് എത്തിയ ശേഷം അല്ലെങ്കിൽ ഡ്യൂറിങ് ദ കോഴ്സിന്റെ ഇടയിലായിരിക്കും എനിക്ക് ഇത് എടുക്കണ്ടായിരുന്നു, അത് എടുത്താൽ മതിയായിരുന്നു, CA എടുത്തവർ ACC എടുത്താൽ മതിയായിരുന്നു, ACC എടുത്തവർ CA എടുത്താൽ മതിയായിരുന്നു എന്നിങ്ങനെ റോങ് ആയിട്ട് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഈ കോഴ്സുകളെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷൻ. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ രണ്ട് കോഴ്സുകളെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞ ശേഷം മാത്രമായിരിക്കണം നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ പോലും നിങ്ങൾ പരസ്യങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം പറയുന്ന കൗൺസിലിംഗ് സെഷൻസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരുടെയെങ്കിലും പഠിച്ച ഒരു വിദ്യാർത്ഥി പറയാണ്, CA പഠിച്ചൊരു വിദ്യാർത്ഥി പറയാണ് നീ CA എടുത്തോ, അല്ലെങ്കിൽ ACC പഠിച്ചൊരു വിദ്യാർത്ഥി പറയാണ് നീ ACC എടുത്തോ എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കോഴ്സ് ചൂസ് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയാ, ഈ കരിയർ ഗൈഡൻസിലെ എക്സ്പേർട്സുകൾ ഉണ്ട്. അതായത് ഒരുപാട് കുട്ടികളെ മെന്ററിങ് ചെയ്ത് ഒരുപാട് കുട്ടികൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സപ്പോർട്ടിങ് ചെയ്ത ആളുകൾക്ക് കുട്ടികളുടെ ഒരു നാച്ചർ അറിയുന്നുണ്ടാവും. അപ്പൊ ഒരു കുട്ടിയുമായി സംസാരിച്ച് ഒരുപാട് നേരം അവന്റെ ഡ്രീമുകളും അവന്റെ നാച്ചറും അവന്റെ പാസ്റ്റും അവന്റെ ഫ്യൂച്ചറും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഏത് ടൈപ്പ് ഓഫ് കോഴ്സ് എടുത്താലാണ് എനിക്ക് ഭാവിയിൽ പ്രശ്നം തോന്നാതെ റിഗ്രറ്റ് തോന്നാതെ നിനക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുന്ന തരത്തിൽ കോഴ്സ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ ഈ കരിയർ എക്സ്പേർട്ടുകളാണ് എന്ത് ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമോ കഴിയുന്ന കാര്യമില്ല. അത്തരം പരസ്യങ്ങളിൽ വീഴരുത് എന്നാണ് എപ്പോഴും ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള ലെവലിൽ പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്ത് പറയുന്ന ഒരു വാക്കല്ല. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ഡിഫറൻസുകളാണ് ഈ കോഴ്സുകൾ തമ്മിലുള്ളത് എന്നുള്ളത് ഓരോ കാര്യങ്ങളെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, CAന്റെ ഗവേണിംഗ് ബോഡി ആരാണ്? അത് ICAI ആണ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരമാണ് CA എന്ന് പറയുന്ന കോഴ്സ് ഉള്ളത്. പാർലമെന്റിന്റെ ഒരു നിയമപ്രകാരം നിലവിൽ വന്ന കോഴ്സാ. പല ആൾക്കാരും അറിവില്ലാത്തതുകൊണ്ട് ചോദിക്കാറുണ്ട്, CA പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നീഷൻ ഉണ്ടോ, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് കോഴ്സ് ആണോ? അതെന്താ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് കോഴ്സ് എന്ന പലരുടെയും തെറ്റിദ്ധാരണ. പക്ഷെ ഇപ്പൊക്കെ കുറെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി, CA എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അണ്ടറിൽ നിയമത്തിൽ വന്നിട്ടുള്ള ഒരു കോഴ്സാണ് CA എന്ന് പറയുന്നത്. ഇനി ACC എന്ന് പറയുന്ന ഇതേപോലെ തന്നെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിയമപ്രകാരം വന്നിട്ടുള്ള കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് CA എന്ന് പറയുന്ന കോഴ്സിന് മോസ്റ്റ് റെക്കഗ്നിഷൻ എവിടെയാണ്? ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല റെക്കഗ്നിഷൻ എവിടെ കിട്ടുക? അത് ഇന്ത്യയിലും GCC കൺട്രീസിലുമാണ് ഇപ്പൊ നിലവിലുള്ളത്. മറ്റു കൺട്രീസിലൊക്കെ നമുക്ക് ജോബ്, മറ്റു കൺട്രീസിലൊക്കെ നമുക്ക് വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ റെക്കഗ്നിഷൻ CAക്കാർക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും GCC കൺട്രീസിലുമാണ്. എന്നാൽ ACCന്റെ റെക്കഗ്നിഷൻ 180+ കൺട്രീസിലാണ്. ഞാൻ പറഞ്ഞത് ഒരു UK ബേസ്ഡ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ അത് 180 രാജ്യങ്ങളിൽ ഏറ്റവും ടോപ്പ് അക്കൗണ്ടിങ് ലിസ്റ്റിലുള്ള ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ഇനി എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. CAയിലോട്ട് വരുമ്പോൾ 3 ലെവലുകളിലായിട്ടാണ് എക്സാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ ലെവൽ, ഇന്റർ ലെവൽ, ഫൈനൽ ലെവൽ. ഒരു ലെവല് കംപ്ലീറ്റ് ചെയ്യാതെ ഒരിക്കലും അടുത്ത ലെവലിലോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ 3 ലെവലുകളിലായിട്ടാണ് എക്സാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ACCയിലോട്ട് വരുമ്പോൾ അത് 13 പേപ്പറുകളാണ്. നമുക്ക് ഓരോ പേപ്പർ വൈസ് വേണമെങ്കിൽ എഴുതിയെടുക്കാം, ഒരുമിച്ച് 2-3 പേപ്പറുകൾ എക്സാം എഴുതാം. ഇതിന്റെ ഏറ്റവും വലിയ സിമ്പിൾ വശം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് പ്രയാസമാകുമ്പോൾ ഓരോ പേപ്പർ വൈസ് എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ 13 പേപ്പറുകളാണ് ഇവിടുത്തെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെയും ലെവലുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റത്തെ 4 പേപ്പറിന്റെ നോളജ് ലെവൽ, അടുത്ത 5 പേപ്പറിന്റെ സ്കിൽ ലെവൽ, ബാക്കിയുള്ള 4 പേപ്പറിനെ പ്രൊഫഷണൽ ലെവൽ എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ 13 പേപ്പർ ബേസ് ആണ് ഇവിടുത്തെ എക്സാം എന്ന് പറയുന്നത്. CAയിൽ 3 ലെവലുകളാണെങ്കിൽ ACCയിലോട്ട് വരുമ്പോൾ അത് 13 പേപ്പറുകളാണ്. ഇനി എങ്ങനെയാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് CAയിലോട്ട് വരുമ്പോൾ അത് 4 to 5 years എങ്കിലും മിനിമം എന്ത് ചെയ്യും,
ഈ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമെടുക്കും. എന്നാൽ ACCA വരുമ്പോൾ 2 to 3 ഇയേഴ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഒരു കുട്ടിക്ക് ACCA കോഴ്സ് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അത് 1-2 കൂടുതൽ പേപ്പർ എഴുതുന്നതിനനുസരിച്ചോ, ഓരോ പേപ്പർ വൈസ് എഴുതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് എങ്കിലും എടുക്കും. അതല്ല 1-2 പേപ്പർ കൂടുതൽ ഒരുമിച്ചൊക്കെ എഴുതുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 2 to 3 ഇയേഴ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി എക്സാമുകളുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CA വരുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഇന്റർ എക്സാമുകൾക്ക് ഒരു വർഷത്തിൽ 3 തവണ എക്സാം നടക്കുന്നുണ്ട്. അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും ഫൗണ്ടേഷൻ ഇന്റർ പരീക്ഷയിലെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷകൾ എഴുതാം. അതൊരു ഫിക്സ്ഡ് ടൈം ആയിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണോ ഡേറ്റ് പറയുന്നത് ആ ഡേറ്റിൽ തന്നെ നമ്മൾ എക്സാം എഴുതണം. ഫൈനൽ എക്സാം എഴുതുന്ന സമയത്ത്, അതായത് 3ാമത്തെ ലെവലായിട്ടുള്ള ഫൈനൽ ലെവൽ നമ്മൾ എഴുതുന്ന സമയത്ത് വർഷത്തിൽ 2 തവണ മാത്രമാണ് ഇപ്പോഴുള്ളത്. അത് ഓരോ 6 മാസം കൂടുമ്പോൾ മാത്രമാണ് എക്സാം നടക്കുന്നത്. ആ സമയത്ത് മാത്രമേ അപ്പിയർ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ACCA വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ACCA 4 തവണ എക്സാമുകൾ നടക്കുന്നുണ്ട്. ഫസ്റ്റത്തെ 4 പേപ്പർ ഉണ്ടല്ലോ, നോളജ് ലെവലിലെ പേപ്പറുകൾ, അത് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമുകളാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് എന്ത് ചെയ്യാം, എക്സാമുകൾ എഴുതാം. എക്സാം സെന്ററിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, എക്സാം എഴുതുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന തീരുമാനത്തിലൊക്കെ ഡേറ്റിലാണ്. എന്നാൽ ബാക്കിയുള്ള 9 പേപ്പറുകളും അവർ തീരുമാനിച്ചിട്ടുള്ള ഡേറ്റുകളിൽ ഒരു വർഷത്തിൽ 4 തവണയായിട്ട് എന്ത് ചെയ്യും, എക്സാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാം, എക്സാം സെന്ററിൽ പോയി എക്സാമുകൾ എഴുതണം. ബാക്കിയുള്ള 4 പേപ്പർ മാത്രമാണ്, ഫസ്റ്റിലെ 4 പേപ്പർ മാത്രമാണ് ഓൺ ഡിമാൻഡ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സംഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. CA വരുമ്പോൾ എക്സംഷൻ എന്ന് പറയാൻ പറ്റൂല. നമുക്ക് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ ലെവൽ ചെയ്യേണ്ട, ദാറ്റ്സ് എൻ എൻട്രൻസ് ലെവൽ അല്ലെ, എൻട്രൻസ് എക്സാം പോലെയാണ് ഫൗണ്ടേഷൻ എക്സാം. അത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും കിട്ടൂല. ഫൗണ്ടേഷൻ പാസ്സായ ഒരു വിദ്യാർത്ഥിയുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 തന്നെയാണ്. ബിക്കോസ് അതൊരു എൻട്രൻസ് എക്സാം മാത്രമാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഫൗണ്ടേഷൻ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. എന്നാൽ വേറെ ഒരു എക്സംഷനും CA കോഴ്സിൽ അവർക്ക് എന്ത് ചെയ്യൂല, കിട്ടില്ല. വേറെ ഏത് കോഴ്സ് പഠിച്ചു എന്ന് വിചാരിക്കട്ടെ, BCom MCom ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, വേറെ MBA ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യമില്ല. ബാക്കി 2 ലെവലുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പരീക്ഷകൾ എഴുതിയിരിക്കണം. ഓക്കെ. എന്നാൽ ACCA വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഡിഗ്രി അതുപോലെ തന്നെ PG പല പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ടാവുന്നതിനനുസരിച്ച് പല പേപ്പറുകളും എക്സംഷൻ ഉണ്ട്. ഇപ്പൊ CA കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് അവസാനത്തെ 4 പേപ്പർ എഴുതിയാൽ മതി. ചില യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത ആളുകൾക്ക് 6 പേപ്പറുകളും 9 പേപ്പറുകളൊക്കെ ഉള്ള തരത്തിലെ എക്സംഷൻസുകൾ കിട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ബാക്കി പേപ്പേഴ്സ് മാത്രം നമുക്ക് ACCA എക്സാം ആയിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി എന്നുള്ളതാണ് പ്രത്യേകത. ഇനി അടുത്തത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലോട്ട് വരുന്ന സമയത്ത് CA 2 വർഷം നിർബന്ധിത മാൻഡേറ്ററി ട്രെയിനിങ് ആണ്. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് എടുക്കണം. CA ഇന്റർ ലെവൽ കഴിയുന്ന സമയത്ത് 2 വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിയാൽ മാത്രമേ CA ഫൈനൽ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ACCA വരുമ്പോൾ 13 പേപ്പറും കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥി 13 പേപ്പറിന്റെയും എക്സാം എഴുതി തീർന്നാൽ ആ കുട്ടി ACCA അഫിലിയേറ്റഡ് ആയി. അതായത് ACCA കോഴ്സ് പൂർത്തിയായി ACCA സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു അഫിലിയേറ്റഡ് ആയി. എന്നാൽ ആ കുട്ടിക്ക് ACCA ബോഡിയിൽ ഒരു മെമ്പർഷിപ്പ് വേണം. അങ്ങനെ ആ മെമ്പർഷിപ്പ് വേണമെങ്കിൽ 3 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്, അതൊരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പോലെ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ജോബ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള 3 വർഷത്തെ ട്രെയിനിങ്ങും കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ACCA ബോഡിയിൽ ഒരു മെമ്പർഷിപ്പ് എന്ത് ചെയ്യുള്ളൂ, അവർക്ക് കിട്ടുള്ളൂ. അപ്പോഴേ ACCA മെമ്പർ ആവുള്ളൂ. നമുക്ക് ജോലിക്ക് കയറാൻ വേണ്ടി പലരും അതെന്ത് ചെയ്യാറില്ല, ചൂസ് ചെയ്യാറില്ല. ചിലർ അത് ഒരു ട്രെയിനിങ്ങും ജോലിയും കൂടി ഒന്നായി കണ്ടിട്ട് പിന്നീട് മെമ്പർ ആവാറുണ്ട്. ഓക്കെ, അതൊരു മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. ഇനി അടുത്തത് വരുമ്പോൾ കോസ്റ്റ് ആണ്. CA വരുമ്പോൾ നമുക്കറിയാം, കമ്പയറിംഗ് ടു ACCA കോസ്റ്റ് വളരെ കുറവാണ്. ഇനി CA ഒറ്റക്കൊരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ CA രജിസ്ട്രേഷൻ ഫീസ് മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1.2 അല്ലെങ്കിൽ 1.5 ലാക്ക് വരെയാണ്, വിത്തൗട്ട് കോച്ചിങ് ഫീ. കോച്ചിങ് ഫീസുകൾക്കോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കോ കോച്ചിങ് ക്ലാസ്സസിനോ പോവാതെ അത് വരുമ്പോഴാണ് ഹോസ്റ്റൽ ഫീസ്, കോച്ചിങ് ഫീസ്, അങ്ങനെയുള്ള ഫീസുകൾ വരുമ്പോഴാണ് കോഴ്സിന്റെ ഫീസ് കൂടുക. ഓക്കെ. എന്നാൽ ACCA വരുമ്പോൾ ഈ കോച്ചിങ് ഫീസസ് കൂടാതെ തന്നെ ഒരു 2 to 3 ലാക്ക്, ഒരു 2 to 3 ലാക്കിന്റെ ഇടയിൽ ആവറേജ് ഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബൽ കോഴ്സ് ആൻഡ് അത് ഡോളറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കണക്കൂട്ടാറുള്ളത്, പൗണ്ടിലാണ് കണക്കൂട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം എന്തായാലും ഉണ്ടായിരിക്കും. സോ
അപ്പോ അത്തരത്തിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ നമുക്ക് സി എയിൽ വരുമ്പോൾ കുറവാണ് എ എസ് സിനെ കമ്പയർ ചെയ്യുമ്പോൾ. എ സി സി മറ്റു കോഴ്സുകൾ MBA പോലൊക്കെ പഠിക്കാനുള്ള കോഴ്സുകൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBA പഠിക്കുന്നേക്കാൾ കുറവാണെന്ന ACCA പഠിക്കാനെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്തത് കോർ ഫോക്കസ് ആണ്. അതായത് CA ഫോക്കസ് ചെയ്യുന്നത് ടാക്സേഷൻ, ലോ, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മേഖലകളിലാണെന്നുണ്ടെങ്കിൽ ACCA ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബൽ ഫിനാൻസ്, സ്ട്രാറ്റജി, ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ACCA കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കോർ ഫോക്കസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എക്സാമിന്റെ ഡിഫിക്കൽട്ടിയിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അത് CA ആണ്. ഏറ്റവും ഡിഫിക്കൽട്ട് കോഴ്സ് ഏതാ ചോദിച്ചാൽ CA ആണ്. അതിന്റെ പാസ് പെർസെന്റേജ് വളരെ കുറവാണ്. ACCA വരുമ്പോൾ ഡിഫിക്കൽട്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ദർ ഇസ് ഡിഫിക്കൽട്ട് ഉണ്ട്, പക്ഷെ ഇത്ര ഡിഫിക്കൽട്ട് അല്ല, ഇത്ര പ്രയാസമില്ല. അതിന്റെ കാരണം അതിന്റെ പാസ് പെർസെന്റേജ് കൂടുതലാണ്, അതിൽ പാസ്സാവുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന റെക്കഗ്നിഷൻ ഇൻ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൽ എത്രത്തോളം റെക്കഗ്നൈസ്ഡ് ആണ്. CA വരുമ്പോൾ വലിയൊരു വാല്യൂ ഓഫ് റെക്കഗ്നിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് സെക്ടറിൽ കിട്ടുന്നുണ്ട്. അതായത് ഗവൺമെന്റ് ജോബുകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ CAക്ക് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ജോബുകൾക്കും CA ഒരു ക്വാളിഫിക്കേഷൻ ആയി വെച്ചിട്ടുണ്ട്. സോ പബ്ലിക് സെക്ടറിൽ CAക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഒരു ഹയർ റെക്കഗ്നിഷൻ കൊടുത്തിട്ടുള്ളത്. അത് കമ്പയറിങ് ACCAക്ക് വരുമ്പോൾ CAന്റെ അത്ര റെക്കഗ്നിഷൻ ACCAക്ക് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വ്യത്യാസം. ഇനി എക്സാം സെന്ററുകൾ എവിടെയൊക്കെയാണ് ഉള്ളത്? പ്രധാനമായിട്ടും നമുക്കറിയാം CA ഇസ് എ ഇന്ത്യൻ കോഴ്സ്. സോ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എക്സാം സെന്ററുകൾ അവൈലബിൾ ആണ്. പുറമെ GCC കൺട്രീസിലും അവൈലബിൾ ആണ്. മറ്റ് കൺട്രീസിൽ അവൈലബിൾ ആണോ എന്നുള്ളത് അത്രത്തോളം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും അത് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് പറയാവുന്നതാണ്. കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ ACCA വരുമ്പോൾ 500-ൽ പരം എക്സാം സെന്റേഴ്സ് ഗ്ലോബൽ ലെവലിൽ എന്തുണ്ട്, ACCAക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന കാര്യമാണ് എത്രയാണ് സാലറി, അല്ലെ? നമ്മൾ എപ്പോഴും ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സാലറി എപ്പോഴും നോക്കാറുണ്ട്. ആവറേജ് സാലറിയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ഇൻഡസ്ട്രിയുടെ ആവറേജ് സാലറിയാണ്. ഇത് മാത്രമായിരിക്കുള്ളൂ. ഇത് കൂടുതൽ കിട്ടുന്നവരുണ്ടാവാം, ഇതിൽ കുറവ് കിട്ടുന്നവരുണ്ടാവാം. മോസ്റ്റ്ലി കിട്ടുന്ന സാലറിയെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 6 to 10 lakh പെർ ആനം, 6 ലക്ഷം മുതൽ 10 ലക്ഷം പെർ ആനം സാലറി ഇന്ത്യയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ACCAക്ക് ഇന്ത്യയിലെ സാലറി എന്ന് പറയുന്നത് 4 to 8 lakh പെർ ആനം ആണ്. ഓക്കെ, ഇനി ആവറേജ് സാലറി ഇൻ GCC കൺട്രീസിലാണ്. നമുക്കറിയാം പൊതുവായിട്ട് കേരളത്തിലുള്ള ആളുകൾ ക്വാളിഫൈ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയും അല്ലെങ്കിൽ GCC കൺട്രീസിലാണ് കൂടുതൽ അപ്രോച്ച് ചെയ്യാറുള്ളത്. മറ്റു കൺട്രീസിലും പോവാറുണ്ട്, ഇല്ല എന്നല്ല. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കൺട്രികളിൽ അറിയേണ്ട സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ആയി ചോദിക്കാം. ഞാൻ ബേസിക്കലി ഇവിടുന്ന് കൂടുതൽ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത് ദുബായ് പോലത്തെ GCC കൺട്രീസ് ആയതുകൊണ്ടാണ് ഞാൻ GCC കൺട്രീസിൽ ആവറേജ് സാലറി എടുത്തത്. നമ്മൾ GCC കൺട്രീസിലോട്ട് പോകുന്ന സമയത്ത് 3 ഡിവൈഡ് ചെയ്യണം. എൻട്രി ലെവൽ, മിഡ് ലെവൽ, സീനിയർ ലെവൽ. ഇങ്ങനെ ലെവലായിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാലറി പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും CAന്റെയും ACCAന്റെയും എൻട്രി ലെവൽ. ഞാൻ ആദ്യം പറയാം. എൻട്രി ലെവൽ എന്ന് പറയുന്ന 0 to 3 years എക്സ്പീരിയൻസ് ആണ്. അത് CAക്കാർക്ക് കിട്ടുന്നത് 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ സാലറി ആണെങ്കിൽ ACCAക്കാർക്ക് കിട്ടുന്നത് 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ സാലറിയാണ്. നിങ്ങൾ നോക്കുക, മിഡ് ലെവലിലോട്ട് വരുമ്പോൾ 4 വർഷം മുതൽ 7 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ CAക്കാർക്ക് കിട്ടുന്നത് 18 ലക്ഷം മുതൽ 30 ലക്ഷം പെർ ഇയർ സാലറി കിട്ടുമ്പോൾ ACCAക്കാർക്ക് അത് 15 ലക്ഷം മുതൽ 25 lakh വരെയാണ് സാലറി. സീനിയർ ലെവലിലോട്ട് വരുമ്പോൾ 8 വർഷം മുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, 8-ൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. അത് CAക്കാർക്കാണെങ്കിൽ 35 ലക്ഷം മുതൽ 60 ലക്ഷം വരെ പെർ ആനം ഉണ്ട്. ACCAക്കാർക്ക് 30 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ്. ഇനി ഇതിലും സാലറി ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളവരുണ്ട്. ACCA നന്നായിട്ട് സാലറി വാങ്ങുന്ന ആൾക്കാരുണ്ട്, CA നന്നായിട്ട് സാലറി വാങ്ങുന്നവരുണ്ട്. 1 crore സാലറി വാങ്ങുന്ന CAക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 50 or 60 above സാലറി വാങ്ങുന്ന ACCAക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ എക്സെപ്ഷണൽ കേസുകളും അതുപോലെ തന്നെ കൂടുതൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടും അവർ ഹോൾഡ് ചെയ്യുന്ന പൊസിഷനെ ബേസ് ചെയ്തിട്ടൊക്കെ നല്ല എമൗണ്ട് ഓഫ് സാലറി വാങ്ങുന്ന ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, GCC കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് ഓരോ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നില്ല എന്ന് മാത്രം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെക്കഗ്നിഷൻ ഇൻ ബിഗ് 4 ആണ്. ഇന്ന് ക്വാളിഫൈ ചെയ്ത് ഇറങ്ങുന്ന ആളുകൾ ഒരുപാട് ബിഗ് 4 ഫേംസുകളെ, ഡിലോയിറ്റ്, KPMG, PwC, ഇത്തരം ബിഗ് 4 കമ്പനികൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾ പണ്ട് കമ്പനികൾ മാത്രമാണ്, സാധാരണ കമ്പനികൾ മാത്രമാണെങ്കിൽ ഇന്ന് ബിഗ് 4 കമ്പനീസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്.
സോ ഈ ബിഗ് ഫോർ ബിഗ് ഫോർ ആയിട്ടുള്ള ഫേമുകളിൽ എത്രത്തോളം റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബിഗ് ഫോറുകളിൽ ഏറ്റവും കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടുന്നത് സി എക്കാർക്കാണെന്ന് മാത്രം. കൂടുതലും അവരെടുക്കുന്ന ഹയർ ചെയ്യുന്നത് സി ആയിട്ടുള്ള ആളുകളെയാണ്. എന്നാൽ ഗ്ലോബൽ ലെവലിലോട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ റെക്കഗ്നീഷൻ കിട്ടുന്നത് ACCA ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ്, ബിഗ് ഫോറിൽ കിട്ടുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ എന്റെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കൊരു അറിവുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഗ്ലോബൽ ഫേമില്, അതായത് PwCന്റെ ഗ്ലോബലിലാണ് എന്ത് ചെയ്യുന്നത്, അവൻ വർക്ക് ചെയ്യുന്നത്. CA കാരനാണ്, എന്നാൽ അവന്റെ ഹെഡ് ഒരു ACCA കാരനാണ്. അപ്പൊ അവരെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അത്ര ഒരു നമ്മളെക്കാൾ ചെറിയ പ്രായമുള്ളവർ വരെ നമ്മളെ ഹെഡായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ACCA കാർ ഉണ്ടാവാറുണ്ട്. ദാറ്റ് മീൻസ് ACCA ഗ്ലോബൽ ലെവലിലോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടി റെക്കഗ്നീഷൻ കിട്ടുന്നു എന്നുള്ളതാണ് അവന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് അവൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പ്രിവിലേജിലോട്ട് ഫൈനൽ വൺ എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും നമ്മളൊരു കോഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ പ്രിവിലേജ് നോക്കാറുണ്ട് അല്ലെ, എത്രത്തോളം പ്രിവിലേജ് ഉള്ള കോഴ്സാണ്. എപ്പോഴും CA ഇത്രയും ആഗ്രഹിച്ച് അല്ലെങ്കിൽ CA ഇത്രയും പാഷനേറ്റ് ആയി CA ഇത്രയും ഭയങ്കര സ്വപ്നതുല്യമായിട്ടൊക്കെ എടുക്കാനുള്ള കാരണം ആ 2 അക്ഷരം നമ്മളെ പേരിന്റെ കൂടെ വരുന്നു എന്നുള്ളതാണ്. CA എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് പറഞ്ഞു, CA അനൂപ്, CA ഫാത്തിമ, അല്ലെങ്കിൽ CA അമർ ഷഫാൻ, ഈ പറയുന്ന തരത്തിലേക്ക് നമ്മളെ പേരുകളുടെ കൂടെ ആ 2 ലെറ്റേഴ്സ് കൂടി വരുമ്പോൾ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കാറുമ്മ CA വരുന്നു, നമ്മൾ വീടിന്റെ മുമ്പിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എഴുതി വെക്കുന്നു അല്ലെ. ആ ഒരു തരത്തിൽ ഒരു റെക്കഗ്നിഷൻ നമുക്ക് സൊസൈറ്റിയിൽ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് CA ക്കാണെന്ന് പറയാം. ACCAക്കും റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്, ഈ ഗ്ലോബൽ ലെവലിലാണ് ഏറ്റവും കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടുന്നത്. എന്നാൽ ACCA പൊതുവെ ഇത്തരത്തിൽ നമ്മളൊരു പേര് ഉപയോഗിക്കുന്നത്, പേരിന്റെ കൂടെ ACCA എന്ന് കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാറില്ല, കാണപ്പെടാറില്ല എന്ന് മാത്രം. ഇനി നമ്മൾ ജോബ് ടൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം ജോബുകളാണ് ഇവർ ചെയ്യാറുള്ളത് എന്നും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് ഡിഫറൻസുകൾ നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡിൽ ഞാൻ സംസാരിച്ചത്. ഇനി CA കാരുടെ ജോബുകൾ എന്തൊക്കെയാണ് സാധാരണ വരാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം, ഒരു ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഒരു ഫൈനാൻഷ്യൽ അനാലിസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഒരു CFO, ഒരു കമ്പനിയിലെ ചീഫ് ഫിനാൻഷ്യൽ ഏറ്റവും ടോപ്പ് പൊസിഷൻ ആണ്, CFO ആയിട്ട് വർക്ക് ചെയ്യാം, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഒരു ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. നോർമലി ഇത് CMA കാരാണ് ചെയ്യാറുള്ളത്, എങ്കിൽ പോലും നമുക്കും ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഒരു ഫോറൻസിക് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അതായത് ഫ്രോഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന, ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ ചെക്ക് ചെയ്യുന്ന ഫോറൻസിക് അക്കൗണ്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്യാം. ഇത്തരം ഒരുപാട് ജോബ് റോളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, CA കിടക്കുന്നുണ്ട്. ACCA വരുന്ന സമയത്ത് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പൊസിഷനാണ് കൂടുതലായിട്ട് അവിടെ കാണാറുള്ളത്. സീനിയർ അക്കൗണ്ടന്റ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുള്ള ലെവലിലാണ് ഫസ്റ്റ് റോൾ വരുന്നത്. ദെൻ ഫൈനാൻഷ്യൽ കൺട്രോളർ ആയിട്ട് വർക്ക് ചെയ്യാം, ഫിനാൻസ് മാനേജർ ആയിട്ട് ACCA കാരെ കൂടുതൽ അപ്പോയിന്റ് ചെയ്യാറുണ്ട് മോസ്റ്റ് ഓഫ് ദ കമ്പനീസിലും. ഒരു കൺസൾട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം, ഒരു ഫേം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സർവീസുകൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഒരു ഫിനാൻഷ്യൽ അനാലിസിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്യാം. ഗ്ലോബൽ ലെവലിൽ ഒരു ഓഡിറ്റർ ആയിട്ട് നമുക്ക് പല കമ്പനിക്കും വേണ്ടി വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട്, കാരണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ട്രഷറി മാനേജർ ആയിട്ട് വർക്ക് ചെയ്യും. ഇത്തരം ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൈറ്റിൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 സെക്ടേഴ്സിലും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡിഫറെന്റ് ആസ്പെക്ട്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഇത്തരം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള തരത്തിലേക്ക് നിങ്ങൾ ഓരോ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി പോയ ശേഷം നിങ്ങൾ കോഴ്സിനെയും ജോബിനെയും അതിന്റെ സാലറി പാക്കേജിനെയും അത് വർക്ക് ചെയ്യാൻ പോകുന്ന ജോബ് റോളും അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രിയും എല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങൾ എത്രത്തോളം മാനസികപരമായിട്ട് ആ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഹൈ പ്രഷർഡ് ആയിട്ടുള്ള ജോബുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ, വളരെ കൂളായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ, മാനേജ്മെന്റ് റോൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ, എന്ത് ടൈപ്പ് ഓഫ് ജോബ് ഏറ്റെടുക്കാൻ പോകുന്ന ആളാണ്, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എത്രത്തോളം സ്ട്രെസ് എടുക്കാൻ പറ്റും, പഠിക്കുന്ന സമയത്ത് എത്രത്തോളം എഫേർട്ട് ഇടാൻ പറ്റും, എത്രത്തോളം ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ഡ്യൂറേഷൻ പഠിക്കാൻ കിട്ടും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട് കരിയർ ഗൈഡൻസിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 100% നിങ്ങളെ സെലക്ഷൻ ബെസ്റ്റ് ആയിരിക്കും. ഇപ്പൊ CA എടുക്കാൻ വന്നിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ ACCA മാറിയിട്ടുണ്ട്. ACCA മതി എന്ന് പറഞ്ഞ് പേടിച്ച് CA നിന്ന് വിട്ടു നിന്ന
കഴിവുള്ള വിദ്യാർത്ഥികളെ CA കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഭാവിയിൽ ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കോഴ്സ് എടുത്ത് പകുതി ആയപ്പോൾ തന്നെ നമ്മളോട് അവരുടെ ഫീഡ്ബാക്ക് അവർ ഷെയർ ചെയ്യായിരുന്നു. സാർ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിയായി, ഇന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിയായി. പലപ്പോഴും ചില കുട്ടികൾ നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോൾ പിന്നീട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഈ ഒരു റൈറ്റ് ടൈമിലെങ്കിലും മാറിക്കോ, ക്വിറ്റ് ചെയ്തോ, ഇതൊന്ന് മാറേണ്ട സമയമായി. കാരണം ചിലവർക്ക് ചില കോഴ്സുകൾ ഓക്കെ ആയിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കറക്റ്റ് ട്രാക്കിംഗ് അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലൊരു ഹെൽപ്പോ ഇത്തരത്തിലൊരു കരിയർ ഗൈഡൻസോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ബുക്ക് മൈ അപ്പോയിന്റ്മെന്റ്. നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. നിങ്ങളുടെ കുട്ടിയുമായി പാരന്റ്സിനെ കൂട്ടി നിങ്ങൾക്ക് കൃത്യമായി വന്ന് വളരെ വിശദമായി നമ്മൾ സംസാരിച്ച് ഒരു കൃത്യമായ കാര്യങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്ത് ഫ്യൂച്ചർ ചർച്ച ചെയ്ത് പാസ്റ്റ് ചർച്ച ചെയ്ത് പ്രസന്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കിയ ശേഷം ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഐ എം ആൾവേസ് ഹാപ്പി ഫോർ ദാറ്റ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. വളരെ പാഷനേറ്റ് ആയിട്ട് കഴിഞ്ഞ കണ്ടിന്യൂസ് 4 years ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ നിരന്തരമായി യൂട്യൂബ് ചാനലിലും ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻസ് ആസ് എ പേഴ്സണൽ എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് വഴിയാണോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഇവരിൽ ആർക്കെങ്കിലും ഇത്തരത്തിലെ കൺഫ്യൂഷൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഫ്യൂച്ചറിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവരങ്ങളും ഒരു അറിവുകളും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you next time.